എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ബ്രെഡ് സമൂസൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ചായക്കൊപ്പവും ഇഫ്താർ സ്പെഷ്യലായിട്ടും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് സമൂസൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാനും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ സവാളയെല്ലാം ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിതാ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈഡ് 4 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് കളയണ്ട കേട്ടോ. നമുക്ക് ഇതിന് തന്നെ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യണം. മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡ് നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിംഗ് ഉള്ളത്, എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ബ്രെഡ് എടുത്തിട്ട് 4 സൈഡും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പം ബ്രെഡെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി കോല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തുമ്പം തന്നെ ഇങ്ങനെ പരന്ന് കിട്ടും. ഓരോ ബ്രെഡ് ഇതുപോലെ ഈസി ആയിട്ട് പരന്ന് കിട്ടൂല. അപ്പം നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അന്നേരം ആ ഒരു ചൂടോടെ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. ഇതിപ്പം നല്ല സോഫ്റ്റ് ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. ബ്രെഡെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്ങും ചെറുതായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം എടുത്ത് വെച്ച് ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്തിട്ട് അല്പം മൈദ മിക്സ് ഉണ്ടല്ലോ അത് ഒരു സൈഡിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. നമ്മൾ സമൂസക്കെല്ലാം ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫില്ലിംഗ് ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം വരുന്നിടത്ത് മൈദ മിക്സ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. സൈഡിലൊക്കെ സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സമൂസ. സമൂസൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടുന്നവർ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കട്ട്ലറ്റിൻ്റെയും സമൂസൻ്റെയും അതുപോലെ ചിക്കൻ റോളിൻ്റെയും ഉന്നക്കായിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരെണ്ണം കൂടി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ആദ്യം ഇതുപോലെ കോൺ ഷേപ്പിൽ ആക്കി വെക്കുക. എന്നിട്ട് ഫില്ലിങ് നിറച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതാണ് കൂടുതൽ എളുപ്പം.
ഞാൻ ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ സൈഡ് കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത് നമുക്ക് ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ലൂസിലാണുള്ളത്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. നിങ്ങൾക്കിപ്പോൾ മൈദ മിക്സ് വേണ്ടെങ്കിൽ മുട്ട മിക്സാക്കിയിട്ട് അതിൽ മുക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ മൈദയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള മിക്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ബ്രെഡ് സമൂസ എടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഒരു ബാറ്ററിൽ മുക്കിയെടുക്കുക. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് സമൂസയെല്ലാം ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുഴുവനും ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചെണ്ണം എടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോകലാണ്. അപ്പോൾ ഇതുപോലത്തെ ജിപ്ലോക്ക് ബാഗിലേക്ക് ആക്കിയിട്ടാണ് വെക്കുന്നത്. ജിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാം. 2 ആഴ്ച വരെയൊക്കെ ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിതിൽ നിന്ന് പകുതിയോളം എടുത്തിട്ട് ജിപ്ലോക്ക് ബാഗിലേക്ക് ആക്കുന്നുണ്ട്, ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസം പൊരിക്കേണ്ടത് ഓരോ പാക്കറ്റിൽ ആക്കി അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ കുറച്ചെണ്ണം ജിപ്ലോക്ക് ബാഗിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലേക്ക് നേരിട്ടിട്ട് അങ്ങ് കൊണ്ടുവെക്കുക. ബാക്കിയുള്ളത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബ്രെഡ് സമൂസ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. തീ കൂട്ടി വെക്കണ്ട, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ 2 ഭാഗവും ഒരുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. സമൂസയെല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കെച്ചപ്പും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ജിപ്ലോക്ക് ബാഗിലേക്ക് ആക്കിയത് ഫ്രീസറിൽ വെക്കുക. അന്നേരം ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായക്കൊപ്പവും നോമ്പ് തുറക്കാനും ഒക്കെ അടിപൊളി രുചിയിലുള്ള നല്ലൊരു സമൂസ റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.